ശ്രദ്ധിക്കണം. നമ്മൾ പോണ വഴികളെല്ലാം സേഫാണെന്ന് കരുതുന്നുണ്ടോ? എല്ലാം സേഫൊന്നുമല്ല. പോട്ടെ, അവർ സ്കൂളിൽ പോയിരുന്നാൽ അവരെ കൂടെ ഇരുന്ന് പഠിക്കുന്ന സഹപാഠികളിൽ ആർക്കൊക്കെ സ്വബോധമുണ്ട് ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുമോ? ഞാൻ സ്കൂളുകളെ, ഇവിടെ അധ്യാപകരുണ്ട്, എല്ലാവരും ഉണ്ട്, സ്കൂളുകാരുടെ ആരുടെയും കുഴപ്പമല്ല കേട്ടോ. ഞാൻ പൊതുവായിട്ട് പറയുകയാണ്, എല്ലാ സ്കൂളുകളെ കുറിച്ചല്ല പറയണേ. ആ സ്കൂളിനകത്ത് പോയിരിക്കുമ്പോൾ, അവരിരുന്ന് പഠിക്കുമ്പോൾ കൂടെ ഇരുന്ന് പഠിക്കുന്ന സഹപാഠികളിൽ ആർക്കൊക്കെ സ്വബോധമുണ്ട് ഇല്ല, അല്ലെങ്കിൽ ഭ്രാന്തുണ്ട് ഇല്ല എന്ന് പോലും പറയാൻ സാധിക്കുന്നില്ല. അങ്ങനെ പറയാൻ സാധിക്കുമായിരുന്നു എങ്കിൽ, ഞാൻ കുറ്റിപ്പുറത്താണ് ഇപ്പോൾ വർക്ക് ചെയ്യണേ. തൊട്ട് മുൻപേ പൊന്നാനിയിലായിരുന്നു. പൊന്നാനിയിൽ നിന്നും കുറ്റിപ്പുറത്തേക്ക് വരുന്ന ഒരു ഹൈവേ ഉണ്ട്. ആ ഹൈവേയിലൂടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജീപ്പ് ഓടിച്ചിട്ട് ഞാനിങ്ങനെ വരിക. ഞങ്ങളുടെ സർക്കിൾ ഇൻസ്പെക്ടർ സാർ ഇടതുഭാഗത്തിരിക്കുന്നുണ്ട്, ഞാനാണ് വാഹനം ഓടിക്കണേ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സാറിൻ്റെ ഫോണിലേക്ക് പെട്ടെന്നൊരു കോള് വന്നു. ഒരു സ്ത്രീയാണ് വിളിക്കണേ. ഈ സ്ത്രീയുടെ നമ്പർ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങളുടെ നമ്പർ അവരുടെ കയ്യിലുണ്ട്. അത് ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം, ഒരു അവസരം തൊട്ട് മുമ്പത്തെ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പരസ്പരം അറിയാവുന്നത് കൊണ്ട് ഈ സ്ത്രീ വിളിച്ചപ്പോൾ പെട്ടെന്ന് സാർ ചോദിച്ചു, എന്താ കാര്യം? അപ്പോൾ സ്ത്രീ പറഞ്ഞു, സാറേ ഒന്ന് പെട്ടെന്ന് ഓടി വാ സാറേ, എൻ്റെ വീട്ടിലേക്കൊന്ന് പെട്ടെന്ന് വാ. അപ്പോൾ സാറ് ചോദിച്ചു, എന്താ കാര്യം, എന്താ പ്രശ്നം, ഇപ്പം എന്താ പുതിയ പ്രശ്നം? സാറേ അതൊന്നും പറയാൻ സമയമില്ല സാറേ, എന്നെ രക്ഷിക്കും സാറേ എന്നൊരു ശബ്ദം കേട്ടു. പിന്നെ എന്തോ ഒരു ശബ്ദം കേട്ടു. ഫോണ് തെറിച്ചതാണോ അടിച്ച് തെറിപ്പിച്ചതാണോ എന്നറിയില്ല. ഭാഗ്യവശാൽ ഞങ്ങൾ ആ പരിസരത്തുണ്ട് അന്ന്. ചിലപ്പോൾ ഞങ്ങൾ വെളിയങ്കോടോ അല്ലെങ്കിൽ പഴഞ്ഞിയിലോ അല്ലെങ്കിൽ പൊന്നാനിക്ക് അപ്പുറത്തൊക്കെ ആയിരിക്കാം. അന്ന് ഭാഗ്യവശാൽ ഈ വീട് നിൽക്കുന്ന ലൊക്കാലിറ്റിയിൽ ഞങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടും ഞങ്ങൾ കൃത്യമായിട്ട് വീട് അറിയുന്നത് കൊണ്ടും 5 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ആ വീട്ടിലേക്ക് എത്തി. ആ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച, ആ സ്ത്രീ അവരൊരമ്മയാണ്. ഞാൻ അത് എടുത്തു പറയുകയാണേ, ഇവിടെ അമ്മമാരിക്കുന്നത് കൊണ്ട് അവരും ഒരു അമ്മയാണ്. ആ മകൻ അവൻ്റെ ഇടത്തെ കൈകൊണ്ട് ആ അമ്മയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ആ അമ്മയെ തള്ളിക്കൊണ്ടുപോയി ചുമരിനോട് ചാരി നിർത്തി ഇങ്ങനെ കുത്തി പൊന്തിക്കുകയാണ്. ആ സ്ത്രീക്ക് ആകത്ര ഉയരെയുള്ളൂ, ഒരു പാവപ്പെട്ട സ്ത്രീ, ചെറിയ അകത്ര ഉയരെയുള്ളൂ. അവരെ കുത്തി പൊന്തിച്ച് അവർ ശ്വാസം കിട്ടാതെ പെടയുന്നുണ്ട്. ഈ മകൻ അമ്മയോട് പറയുന്ന വാക്കുകൾ എനിക്ക് മൈക്കിലൂടെ പരസ്യമായിട്ട് പറയാൻ വയ്യ, അത്രയും വൃത്തികെട്ട വാക്കുകളാണ് അമ്മയോട് പറയുന്നത്. എന്നിട്ട് മറു കൈ ചുരുട്ടിയിട്ട് ഈ അമ്മയുടെ അടിവയറിനിട്ട് ഇടിക്കാൻ വേണ്ടി കൈ പുറകോട്ടെടുക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ചെല്ലുന്നത്. ഞങ്ങൾ പെട്ടെന്ന് ഈ കാഴ്ച കണ്ട പാടെ ഞങ്ങൾ പെട്ടെന്ന് അവനെ ഒരൊറ്റ വിളി വിളിച്ചു. ആ വിളി വിളിച്ചപ്പോൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ യൂണിഫോമിലുള്ള ആൾക്കാരെ കണ്ടപ്പോൾ അവൻ പിടിവിട്ടു. ഒരു പക്ഷേ അതിന് മുമ്പ് അടി കിട്ടിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ അവൻ ആ സമയത്ത് ഞങ്ങളോട് എത്തിയില്ലായിരുന്നു, ഒരു നിമിഷം വൈകിയിരുന്നു എങ്കിൽ അവൻ പുറകോട്ടെടുത്ത് അതേ ഫോഴ്സിൽ ആ ഇടി ആ അമ്മയ്ക്ക് കിട്ടണേ. എവിടെ കിട്ടണേ? ഇവിടെ. അവിടെയാണ് അവൻ കിടന്നത് 9.5 മാസക്കാലം. ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്ന അമ്മമാരും നമ്മുടെ ഉസ്താദുമാരും ഡോക്ടറും എല്ലാവരും, നമുക്കൊക്കെ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. നമ്മുടെ മക്കൾക്ക് അറിയില്ല അത്. A+B all square is equal to A square plus B square plus 2AB എന്ന് പഠിപ്പിക്കുന്ന തിരക്കിൽ അമ്മ എന്താണെന്ന് പഠിപ്പിക്കാൻ നമ്മുടെ സിലബസിൽ പ്രത്യേക കോളമൊന്നും ഇല്ലാതെ പോയി എന്ന് നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട MP അബ്ദുൽ സമദ് സമദാനി സാഹിബിന്റെ ഒരു പ്രസംഗത്തിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് സിലബസിൽ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമല്ല. അമ്മയെക്കുറിച്ച് അറിയണമെങ്കിൽ സിലബസിനകത്തൊന്നും പോണ്ട. 9.5 മാസക്കാലം ആ ഉദരത്തിനകത്ത് കിടന്നത് ഓർമ്മ ഉണ്ടായാൽ മതി. ആ സമയത്ത് നമുക്ക് വേണ്ടതല്ല, മക്കൾ കേട്ടോ, കുഞ്ഞുമക്കളെ കേട്ടോ, നമുക്ക് വേണ്ടതെല്ലാം നമ്മുടെ ഉമ്മ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ട സ്നേഹം, നമുക്ക് വേണ്ട ശ്വാസം, നമുക്ക് വേണ്ട ആഹാരം ഒക്കെ അമ്മയുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് അങ്ങനെ ഒരു കേബിൾ വഴി തന്നിട്ടുണ്ട്. അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വയ്യ, രുചിയില്ല, നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, ജോയിൻസ് ഒക്കെ വേദനയാണ്. മലർന്ന് കിടക്കുമ്പോൾ അയ്യോ എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ, അത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് പോലും അറിയാതെ ആ ഉദരത്തിനകത്ത് കിടക്കുന്ന കുഞ്ഞ്, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റും, ചെരിഞ്ഞു കിടന്ന അയ്യോ എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റും എന്ന് കരുതി കാത്ത് ആ 9.5 മാസക്കാലം കഴിഞ്ഞ് കാണാൻ പോകുന്ന എൻ്റെ മോൻ്റെ അല്ലെങ്കിൽ മോളുടെ മുഖമൊന്ന് കണ്ടാൽ മാത്രം മതി എന്ന് ചിന്തിച്ച് നമ്മളെ നോക്കിയ ഉമ്മ ഇപ്പോൾ പിറന്ന് വീണ് ഞങ്ങൾ 9ലാ പഠിക്കണേ, ഞങ്ങൾ 10ലാ പഠിക്കണേ, ഞങ്ങൾ +1 പഠിക്കണേ, ഞങ്ങൾ കോളേജിലാ പഠിക്കണേ, ആകാശം മുട്ടെ ഉയർന്ന് ഞങ്ങൾ വലിയവരാണ് എന്ന് നമ്മൾ അഹങ്കരിക്കുമ്പോഴും നമ്മുടെ അമ്മ, നമ്മുടെ ഉമ്മ നമുക്ക് നൽകിയ 9.5 മാസക്കാലത്തെ ജീവത്യാഗത്തിന്റെ ഒരടയാളം ദൈവം പടച്ചവൻ നമ്മുടെ ശരീരത്തിൽ ബാക്കി വെച്ചിട്ടുണ്ട്. സമദാനി സാഹിബിന്റെ പ്രസംഗത്തിൽ ഞാൻ കേട്ടതാ, ഒരു പൊക്കിൽ കൊടി അടയാളം. എന്ത് പ്ലാസ്റ്റിക് സർജറി ഉപയോഗിച്ചാൽ പോലും ആ ഒരു അടയാളം അവിടുന്ന് മായ്ച്ചു കളയാൻ പറ്റില്ല എന്നാണ് സാറ് ആ പ്രസംഗത്തിൽ കണ്ടത്. ആ ഗർഭപാത്രത്തിനിട്ടാണ് അവൻ ഇടിക്കണേ. അവനും കിടന്നിട്ടുണ്ട് ആ ഉദരത്തിനകത്ത്, അതിനിട്ടിട്ടാണ് ഇടിക്കണേ. എത്ര വയസ്സുള്ള ആളാണെന്നറിയോ? ഞാൻ നീട്ടിക്കൊണ്ടോണില്ല.
നിങ്ങളുടെ മനസ്സിലൊക്കെ ആ ചിത്രമുണ്ട്. സ്വന്തം ഉമ്മയുടെ കഴുത്തിന് പിടിച്ച് അങ്ങനെ കൊണ്ടുപോയിട്ട് ആ ചുമരിനോട് ചാരി നിർത്തി ആ കുത്തി പൊന്തിച്ച് വയറിനിട്ട് ഇടിക്കാൻ പോണ ആ മകന് 25, 30, 40 വയസ്സുള്ള ഒരാളാണ് എന്നാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ അത് മാറ്റി വെച്ചോളൂ. അവന് വെറും 14 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പരിസരത്തുള്ള ഒരു പ്രധാനപ്പെട്ട സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് സ്വന്തം അമ്മയോട് ഈ ക്രൂരത ചെയ്യുന്നത്. യാതൊരു ബോധവും. മാരകമായ മയക്കുമരുന്നിന് അടിമപ്പെട്ട് ബോധം നശിച്ച് എന്താണ് ചെയ്യുന്നത്? സാറ് ചോദിച്ചല്ലോ, ആ കണ്ണടച്ചിരിക്കുമ്പോൾ ആ വന്നിട്ടുള്ള കാര്യം, കണ്ണടച്ചിരുന്ന് അതാ ഒരു കത്തിയിട്ട് വന്ന് നമ്മൾ ഓർക്കുന്നു, നമ്മൾ ഇനി കത്തിയെടുത്ത് കുത്തുകയാണോ വേണ്ടത്, അതെന്താ വേണ്ടി എന്ന് അവൻ്റെ ആ മനസ്സിനെ മാറ്റിമറിക്കാൻ ലഹരി കഴിഞ്ഞു. അതിൻ്റെ ശാസ്ത്രീയതയ്ക്കൊന്നും ഞാൻ പോണില്ല സർ. സാർ അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് പറയാൻ പേടിയുണ്ട്, അതിനെക്കുറിച്ച് പറയാൻ പേടിയുണ്ട്. ഞാൻ അതിൻ്റെ നമ്മൾ കണ്ട കുറച്ച് അനുഭവങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. അപ്പോൾ സ്കൂളുകൾ സേഫ് ആണെന്ന് കരുതും. ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിക്കട്ടെ. നമ്മുടെ ഈ നല്ല തെളിഞ്ഞ പ്രദേശത്തെ, എൻ്റെ നാട്ടിലും ഒക്കെ എല്ലായിടത്തും സമാനമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയുള്ളത്, ഞാൻ ചോദിക്കുകയാണ്, വെറുതെ ചോദിക്കുക, നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന തെളിഞ്ഞ മനസ്സിലുള്ള ആൾക്കാരുടെ വീട്ടിലത്തെ കാര്യമല്ല ചോദിക്കുക, എന്നാൽ പോലും ചോദിക്കുകയാണ്, നമ്മുടെ വീടിനകത്ത്, കേട്ടോളൂ, നമ്മുടെ വീടിനകത്ത് ആർക്കൊക്കെ സ്വബോധമുണ്ട് ഇല്ല, അല്ലെങ്കിൽ ആർക്കൊക്കെ ഭ്രാന്തുണ്ട് ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നുണ്ടോ? ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേർക്കും എൻ്റെ വീട്ടിൽ എല്ലാവർക്കും സ്വബോധമുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു വന്നത്, ഒരു അസുഖം എന്ന നിലയിൽ ആർക്കും വരാവുന്ന അസുഖമാണ് മാനസിക രോഗം സർ. അതിൻ്റെ അപ്പുറത്ത് ഇതുപോലെയുള്ള മയക്കുമരുന്നിൽ അടിമപ്പെട്ട് അതിലേക്ക് വന്ന് ഒരു പക്ഷേ എൻ്റെ മോൻ നോർമലാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നവരുണ്ടോ? ഞാനതാ പറയണേ. എല്ലാ വീടുകളിലും അതുപോലും പറയാൻ സാധിക്കുന്നില്ല. അങ്ങനെ പറയാൻ സാധിക്കുമായിരുന്നു എങ്കിൽ, ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല, 3 ആൺമക്കളുള്ള ഒരമ്മ, സഹോദരിമാര്, ഇവിടെ പഠിക്കുന്ന പെൺകുട്ടികൾ, പെൺമക്കൾ, എൻ്റെ മോളെ ഡിഗ്രിക്കാണ് പഠിക്കാൻ കേട്ടോ. എൻ്റെ മക്കളുടെ പ്രായത്തിലുള്ള മക്കളുണ്ടെങ്കിൽ നിങ്ങളാരും എന്താ ഈ സാറ് ഇങ്ങനെ 3 ആൺമക്കൾ എന്ന് പറയുമ്പോൾ എന്തിനാ സാറ് ഇങ്ങനെ പൊന്തിണ് എന്നൊന്നും ചിന്തിക്കേണ്ട കേട്ടോ. ആൺ പെൺ എന്ന വ്യത്യാസത്തിന്റെ യാതൊരു കാര്യമില്ലെന്ന് എനിക്കറിയാം. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന വിവേചനത്തിന്റെ യാതൊരു ആവശ്യമില്ല എന്ന് എനിക്കറിയാം. എന്നാൽ പോലും എത്ര സ്ത്രീ സമത്വത്തെ കുറിച്ച് നമ്മൾ വാദോരാതെ പ്രസംഗിക്കുമ്പോഴും അമ്മമാരെ തന്നെ, ഉമ്മമാരെ തന്നെ ഞാൻ കുറ്റം പറയും. ചില അമ്മമാരെ തന്നെ പറയണത് ഞാൻ കേൾക്കാറുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ, ഞാനും ഇതുപോലത്തെ ഒരു തനി നാടൻ പ്രദേശത്ത് നിന്ന് വരുന്ന ആളാട്ടോ, ആയിക്കോട്ടെ ഞാൻ എടുത്തോളാം. അമ്മമാരെന്നെ പറയുന്നത് കേൾക്കാറുണ്ട്, എനിക്ക് 2 ആൺകുട്ടികളാ. ചിലര് പറയും, ഓൾക്ക് എന്താ പേടിക്കാള്, ഓൾക്ക് 2 ആൺകുട്ടി ഇല്ലേ, അല്ലേ? പറയാറില്ലേ? ഉണ്ട്. സ്ത്രീ സമത്വത്തെ കുറിച്ച് പറയുന്നുണ്ട്. അവരെന്നെ പറയും, 2 ആൺകുട്ടികളാന്ന് അഭിമാനം. പെൺകുട്ടികളായ എന്ത് കുഴപ്പം? എന്റെ ചില സുഹൃത്തുക്കൾ പറയാറുണ്ട്, അല്ലാതെ അണക്കെന്താ പേടികൾ, അണക്കൊരു ആൺകുട്ടി ഉണ്ടല്ലോ. പക്ഷെ എന്റെ സ്ഥിതി അതല്ലടോ, 2 പെൺകുട്ടികളാ. പെൺകുട്ടികളായ എന്ത് കുഴപ്പം? ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും പഠിച്ച് വളർന്ന്, വെറുതെ പഠിച്ചാൽ പോരാ, നന്നായി പഠിക്കണം. വെറുതെ വളർന്നാൽ പോരാ, വഴി പിഴയ്ക്കാതെ വളരണം. നന്നായി പഠിച്ച് വഴി പിഴയ്ക്കാതെ വളർന്ന് നല്ല നല്ല സ്ഥാനങ്ങളിൽ എത്തുമ്പോൾ ആൺകുട്ടിയെ കൊണ്ടാണോ പെൺകുട്ടിയെ കൊണ്ടാണോ അച്ഛനും അമ്മയ്ക്കും ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഒക്കെ ഗുണം കിട്ടുക എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ പോലും ഇപ്പോഴും പറയും, സ്ത്രീകൾ പോലും പറയും, എനിക്ക് 2 ആൺകുട്ടികളാണ്. അന്ന് ഈ ഉമ്മയും പറയുമായിരുന്നു, എനിക്ക് 3 ആൺകുട്ടികളാ. മൂത്ത മകന് 22 വയസ്സ്, കേട്ടോളൂ. രണ്ടാമത്തെ മകന് 15 വയസ്സ്, മൂന്നാമത്തെ മകന് 7 വയസ്സ്, 2ാം ക്ലാസ് പഠിക്കണു. പക്ഷെ ഈ 7 വയസ്സുകാരന്റെ പ്രത്യേകത എന്താ അറിയോ? അവന്റെ ഉമ്മയെക്കാളും ഉപ്പയെക്കാളും വല്ലാത്തൊരു ഇഷ്ടം ഈ മൂത്ത ഏട്ടനോടാ. കാരണം ഈ മൂത്ത ജ്യേഷ്ഠന് ഒരു 15 വയസ്സുള്ളപ്പോഴാണ് ഉമ്മ ഇവനെ പ്രസവിക്കണേ. പിന്നെ ഒരു 5-6 മാസം ഉമ്മയുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവന്റെ കാക്കാന്റെ കൂടെ അവൻ കിടക്കുവോ, കാക്കാന്റെ കൂടെ ഭക്ഷണം കഴിക്കൂ, എന്തിനും കാക്ക വേണം. അതാണ് എല്ലാം അവനാണ്. അവന്റെ ജ്യേഷ്ഠനായിരുന്നു. രാത്രി ശക്തമായ ഇടിയും മിന്നലൊക്കെ വരുമ്പോ പലപ്പോഴും പേടിച്ച് വിറയ്ക്കും. അവന് ഭയങ്കര പേടിയാ. പക്ഷെ അവന്റെ കാക്ക അവന്റെ കൂടെ ഉണ്ടെങ്കിൽ കാക്കാനെ കെട്ടിപ്പിടിച്ച് അവൻ കിടക്കും. എന്നിട്ട് അവൻ സ്വയം മനസ്സിൽ പറയും, ഞാൻ എൻ്റെ ഏട്ടനെ, എൻ്റെ കാക്കാനെ കെട്ടിപ്പിടിച്ച കിടക്കണേ, ഒരു ഇടിയും മിന്നലും എന്നെ ഏൽക്കൂല. കാരണം അവൻ ആരെക്കാളും വലുതാണ് എൻ്റെ ജ്യേഷ്ഠൻ എന്ന അഭിമാനത്തോടെ അവന്റെ മനസ്സിൽ ഉറപ്പിച്ചതായിരുന്നു. അന്ന് രാത്രിയും കിടന്നുറങ്ങി. വീട്ടിലെ എല്ലാ ജോലിയും കഴിഞ്ഞ് ഉമ്മ ഉറങ്ങാൻ പോണതിന് മുമ്പേ മക്കള് ഉറങ്ങുന്ന മുറിയിലൊന്ന് വന്ന് നോക്കി. ഒന്ന് നോക്കുമ്പോൾ 3 മക്കളും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുകയാണ്. അച്ഛനും അമ്മയ്ക്കും ഉമ്മയ്ക്കും ഉപ്പയ്ക്കും നമ്മുടെ രക്ഷിതാക്കൾക്കൊക്കെ അതിനപ്പുറത്തൊരു സന്തോഷമില്ല. നമ്മുടെ മക്കൾ സ്നേഹത്തോടു കൂടി കഴിയുന്നത് കാണാൻ നമ്മളൊക്കെ ആഗ്രഹിക്കണേ, അല്ലേ?
ഉമ്മ വന്ന് നോക്കുമ്പോൾ 3 മക്കളും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നു. ഈ ചെറിയ മോൻ, ആ 7 വയസ്സുള്ള 2ാം ക്ലാസ്സുകാരൻ, അവന്റെ മൂത്ത ജ്യേഷ്ഠന്റെ ശരീരത്തേക്ക് കാലക്കൾ കയറ്റി വെച്ചിട്ടുണ്ട്. ആ കുഞ്ഞി കൈകള് കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ട് മനസ്സ് നിറഞ്ഞിട്ട് ആ ഉമ്മ വാതിൽ പതുക്കെ ചാരി, പതുക്കെ അടച്ചു. സ്പീഡിൽ അടച്ചില്ല. സ്പീഡിൽ അടച്ചാൽ ആ ശബ്ദം കേട്ടിട്ട് എന്റെ പൊന്നുമക്കള് ഉണരരുത് എന്ന് കരുതി വാതിൽ പതുക്കെ ചാരി പോയി കിടന്നുറങ്ങിയതാണ്. അന്ന് രാത്രിയിൽ എപ്പോഴാണെന്നറിയില്ല, ആ മൂത്ത മകൻ, ആ 22 വയസ്സുള്ള മൂത്ത മകൻ, അവനെ ഈ ലോകത്ത് അവന്റെ ഉമ്മയെക്കാളും ഉപ്പയെക്കാളും അവനെ സ്നേഹിക്കുന്ന അവന്റെ പൊന്നനിയന്റെ ഇടനെഞ്ചിലേക്ക് ഒരു കഠാര കുത്തി ഇറക്കും അന്ന് രാത്രി എന്ന് ആ ഉമ്മയും ഉപ്പയും സ്വപ്നത്തിൽ പോലും കരുതിയില്ല. കുത്തി കൊന്നുകളഞ്ഞു. ഇത് സിനിമാ കഥയല്ല. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ കരുതും ഇത് സിനിമാ കഥയാണ്. അല്ല, ഞാൻ സ്ഥലമൊന്നും പറയുന്നത് തെറ്റാണ്. ഒരു പക്ഷേ നമുക്കറിയാവുന്ന ഒരു സ്ഥലത്ത് നടന്ന സംഭവമാണ് ഞാൻ പറഞ്ഞത്. ആ കുത്തു വന്ന് ഇടനെഞ്ചിൽ വന്ന് തറച്ചപ്പോഴും ആ ഉറക്കത്തിൽ ഞെട്ടി ഉണർന്നിട്ട് അവൻ വിളിച്ചത് ഉമ്മ എന്നല്ല വിളിച്ചേ. നമ്മൾ വേദനയ്ക്കും ഉമ്മ എന്നറിയാതെ വിളിക്കും, അല്ലെ അമ്മേ എന്ന് വിളിക്കും. അപ്പോൾ അവൻ വിളിച്ചത് കാക്ക, ഇന്ന് ആരെ കൊല്ലണ് കാക്ക. തുരുതുര കത്തി അവന്റെ നെഞ്ചിൽ ആഴ്ന്നിറങ്ങുകയായിരുന്നു. അപ്പോഴേക്ക് ആ 15കാരൻ ഞെട്ടി ഉണർന്നു. അവൻ ഈ കാഴ്ച കണ്ടു. കത്തി അവന്റെ നേരെ വീശി. ആ കത്തി ഇവിടെ തട്ടി. അവൻ ഇറങ്ങി ഓടി. ഇത് ഒരു വേദിയിൽ ഞാൻ പറഞ്ഞപ്പോ അവിടെ ഇതുപോലെ ഡോക്ടർ അഖിൽ സാറിനെ പോലെ ഒരു ഡോക്ടർ അവിടെ ഇരുന്നിരുന്നു. ഡോക്ടർ പേരും ഞാൻ പറയില്ല, കാരണം ആ സ്ഥലം വ്യക്തമാവാതിരിക്കാൻ. ആ ഡോക്ടർ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, മിസ്റ്റർ ഗണേഷ്, അന്ന് ആ കുട്ടിയെ ആ ഡെത്ത് ഉറപ്പിച്ചത്, അത് മരിച്ചു എന്ന് ഉറപ്പിച്ചത് ഞാനായിരുന്നു. എൻ്റെ മുന്നിലേക്കാണ് ആ കുട്ടിയെ കൊണ്ടുവന്നത്. കുത്തിക്കൊന്നു കളഞ്ഞു. ആ 22കാരൻ സ്വന്തം മകന് മാരകമായ മയക്കുമരുന്നിന് അടിമപ്പെട്ട് ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കാൻ അച്ഛനും അമ്മയ്ക്ക് പോലും സാധിച്ചില്ല. പിന്നെ ആർക്ക് സാധിക്കും? ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് ഭ്രാന്തന്മാർ നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോ ഇത് കേൾക്കുന്ന ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേര് നിങ്ങൾ കരുതും ഇതെന്തിനാ ഞങ്ങളോട് പറയണേ, ഇതെന്തിനാ ഞങ്ങളോട് പറയണേ? കേട്ടോളൂ, ഞാൻ ആരും പേടിപ്പെടുത്താൻ വേണ്ടി പറയല്ല. ലഹരിക്ക് അടിമപ്പെട്ട ഒരാൾ നമ്മുടെ വീടിനകത്തുണ്ടായാൽ ഇതിലും അപ്പുറത്തുള്ള ദുരന്തങ്ങൾ നമ്മുടെ വീട്ടിലും സംഭവിച്ചേക്കാം. ഇതിനപ്പുറത്തുള്ള ദുരന്തങ്ങൾ നമ്മുടെ വീട്ടിലും സംഭവിച്ചേക്കാം. അപ്പോഴും കരുതും നമ്മുടെ കുട്ടികളൊന്നും അങ്ങോട്ട് പോവില്ല എന്ന്. അങ്ങനെ തന്നെ ആവട്ടെ, അതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്, അതാണ്. പക്ഷെ അത്ര അധികമായിട്ട് അന്ധമായിട്ട് നമ്മളെ മക്കളെ വിശ്വസിക്കേണ്ട. നമ്മുടെ മക്കളെ മോശപ്പെടുത്തിയിട്ടേ അല്ല ഞാൻ പറയുന്നത്, അവർ നല്ലവരാണ്, നല്ല കുട്ടികളാണ്. പക്ഷേ പല സാഹചര്യങ്ങളും അവരറിയാതെ അതിലേക്ക് വീണു പോവാൻ സാധ്യതയുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കണേ. ഇത് നേരിട്ട് കാണുന്ന ആൾക്കാരാണ് ഞങ്ങൾ.